ഹലോ, അങ്ങനെ ആശകളായിരം പടം കണ്ടു കേട്ടോ. എന്നാ ഉള്ള പടമാണ് എടുത്തു വെച്ചേക്കുന്നത്, വെറും കൂറ പടം. ഇതിനെ എന്നെ ഹൈപ്പാണ് ഇപ്പോൾ കൊടുത്തു വെച്ചേക്കുന്നത്. ജയറാമിൻ്റെയും കാളിദാസിൻ്റെയും ആക്ടിങ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. ഈ പടത്തിനകത്ത് കാളിദാസിനെ എടുത്തില്ലായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും ഒരു ആവറേജ് പടമായിട്ട് തോന്നിയേനെ. എൻ്റെ പൊന്നോ, ആ ക്യാരക്ടർ എത്ര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. അത് ആക്ടിങ് കാരണം നമുക്ക് ഇറിറ്റേറ്റിംഗ് തോന്നുകയല്ല. ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു കാളിദാസിൻ്റെ, 4 വർഷം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ വന്നതെന്ന്, മലയാള ഇൻഡസ്ട്രിയിൽ. വരാതിരുന്നത് നന്നായി. എൻ്റെ പൊന്നോ, വെറുത്തുപോയി ഞാൻ സിനിമ. അവനെക്കാട്ടിലൊക്കെ വൃത്തിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ഇഷാന കൃഷ്ണ. ജയറാം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷേ സ്റ്റോറി വാസ് നോട്ട് അപ് ടു ദ മാർക്ക് യാർ. സ്റ്റോറി ആണെങ്കിലും സ്ക്രീൻ പ്ലേ ആണെങ്കിലും കാളിദാസിൻ്റെ ഡയലോഗ് ഡെലിവറി ആണെങ്കിലും ഇറ്റ്സ് വേഴ്സ്റ്റ് മാൻ, വേഴ്സ്റ്റ്. 1-2 സീൻ കണ്ടുകൊണ്ടിരിക്കുക, അതല്ലാതെ ഈ പടത്തിനകത്തൊരു കോപ്പുമില്ല. ജൂഡ് ആൻ്റണിയാണ് എഴുതിയത്, എന്തുവാണ് എഴുതി വെച്ചേക്കുന്നത്. ഒരു വടക്കൻ സെൽഫിയുടെ ഡയറക്ടർ ജി പ്രജിത്താണ് ഇതിൻ്റെ ഡയറക്ടർ. പുവർ ഡിറക്ഷൻ മാൻ, പുവർ ഡിറക്ഷൻ. അതേപോലെ തന്നെ മ്യൂസിക് ആണെങ്കിൽ അത്രയും വലിയ കിടിലൊന്നും പറയാൻ പറ്റത്തില്ല. ജയറാമിൻ്റെ വൈഫായിട്ട് കാളിദാസിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ആശാ ശരത്തിൻ്റെ ആക്ടിങ്ങും അത്രയും വലിയ സൂപ്പറാണെന്നും പറയാനില്ല. എനിക്ക് തോന്നുന്നു കുറേ സർജറി ഒക്കെ ചെയ്തിട്ട് എക്സ്പ്രഷൻ ഒന്നും ശരിയായിട്ടില്ല. പിഷാരടി വന്ന്